എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. ആരെപ്പോലെ ആകുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇസ്രായേലാണ് ആദ്യമായിട്ട് സദ്വർത്തമാനം കേട്ടത്. ഇസ്രായേലിനെ സദ്വർത്തമാനം അറിയിച്ചത് ദൈവമാണ്. വാഗ്ദത്ത ദേശം നിങ്ങളുടെ മുമ്പാകെ ഉണ്ട്, നിങ്ങൾ പോയി അത് കൈവശമാക്കുക അല്ലെങ്കിൽ അവകാശമാക്കുക. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ് ദൈവം അവരോട് ആ സദ്വർത്തമാനം പറഞ്ഞത്. ഇതാ നിൻ്റെ മുമ്പിൽ നിൻ്റെ ദൈവമായ യഹോവ ആ ദേശം നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത്. ഇസ്രായേൽ കേട്ടതായ സദ്വർത്തമാനം അതായിരുന്നു. എന്നാൽ ഇസ്രായേൽ അവർക്ക് നൽകിയ സ്ഥലം പോയി കൈവശമാക്കിയില്ല. അവർ അവിശ്വാസവും അനുസരണക്കേടും ദൈവത്തോട് കാണിച്ചു. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. പുതിയ നിയമ സഭയാകുന്ന നാം എന്താണ് കേട്ട സദ്വർത്തമാനം? യേശുവിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ സ്വീകരിക്കുക, യേശുവിലുള്ള വിശ്വാസത്താൽ പാപമോചനം പ്രാപിക്കുക, യേശുവിലുള്ള വിശ്വാസത്താലും ആശ്രയത്താലും പാപത്തെ ജയിച്ച് ജയകരമായ ഒരു ജീവിതം നയിക്കുക, ആത്മാവിൽ നിറഞ്ഞ് സാത്താനെ തോൽപ്പിക്കുക, മോഹങ്ങളെ അടക്കി വാഴുക. ഇതാണ് നാം കേട്ടതായ സദ്വർത്തമാനം. ഇസ്രായേൽ ദൈവരോട് പറഞ്ഞ സദ്വർത്തമാനം കേട്ടു എങ്കിലും അവർക്ക് അത് ലഭിക്കാതെ പോയി. ഇപ്പോൾ നമ്മോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മോട് ദൈവം സദ്വർത്തമാനം അറിയിച്ചിരിക്കുന്നു. നമുക്ക് രക്ഷയുണ്ട്, സ്വസ്ഥതയുണ്ട്, സമാധാനത്തോടെ ഒരു ജീവിതമുണ്ട്. അത് അവകാശമാക്കുക. എന്നാൽ പലർക്കും അത് അവകാശപ്പെടുത്തുവാൻ കഴിയാതെ പോയി. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്ത ദേശം അവകാശമാക്കി കൊടുത്തത് പ്രാപിക്കുവാൻ കഴിയാതെ പോയത്. ഇന്നും മനുഷ്യൻ ക്രിസ്തുവിനെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയും അവകാശം ആക്കാതിരിക്കുന്നതിലൂടെ അവർക്കുള്ള അവിശ്വാസത്തെ അവർ വെളിപ്പെടുത്തുകയാണ്. സുവിശേഷം അഥവാ സദ്വർത്തമാനം കേൾക്കുക മാത്രം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കേൾവി വിശ്വാസമായിട്ട് പരിണമിക്കേണ്ടതാണ്. ആ വിശ്വാസം അനുസരണത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. പരീശന്മാർ ദൈവത്തിൻ്റെ വചനം നന്നായി മനസ്സിലാക്കിയവരായിരുന്നു. ദൈവവചനം നന്നായി അവർക്ക് അറിയാമായിരുന്നു. ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും. വിദ്വാൻമാർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ എവിടെയാണ്? ആ ചോദ്യത്തിന് ഉത്തരം പറയുവാനുള്ള വചനപാണ്ഡിത്യമൊന്നും ഹെരോദാവിനില്ലായിരുന്നു. ഹെരോദാവ് ശാസ്ത്രിമാരെ വരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ വചനം പരിശോധിച്ച് നോക്കൂ, യേശു എന്ന രക്ഷകൻ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറക്കുന്നവൻ, അവനെക്കുറിച്ച് എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രിമാർ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തി. അവർ പറഞ്ഞു, ഇന്ന സ്ഥലത്താണ്, യഹൂദിയിലെ ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നത്. അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഹെരോദാവിന് അവരുടെ അത്രയും അറിവില്ലായിരുന്നു. എന്നാൽ യേശു ജനിക്കുന്ന സ്ഥലവും ജനിക്കുന്ന വിധവും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമൊക്കെ നന്നായിട്ട് അറിയാമായിരുന്ന ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. യേശു രാജാവാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നു, അവർക്ക് വെളിപ്പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, യേശു രാജാവല്ല, അവനൊരു ഭൂതമുണ്ട്, അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ വചനം അവർക്ക് ഒരുപാട് അറിയാമായിരുന്നു. വചനത്തിൽ വലിയ പാണ്ഡിത്യം അവർക്കുണ്ടായിരുന്നു. എന്നാൽ വലിയ വചന പാണ്ഡിത്യമൊന്നുമില്ലാത്ത ശമരിയക്കാരത്തെ സ്ത്രീ വന്ന് പറഞ്ഞത്,
അവൻ മശിഹ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന ശതാധിപൻ പറഞ്ഞു, വാസ്തവത്തിൽ യേശു ഒരു നീതിമാനായിരുന്നു. കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞത് തൻ്റെ യേശുവിൻ്റെ ഇടത്തും വലത്തും 2 കള്ളന്മാരെ ക്രൂശിച്ചു. അതിൽ ഒരു കള്ളൻ പറഞ്ഞത്, ഇവൻ രാജാവ് തന്നെയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ജ്ഞാനികൾക്ക്, വിവേകികൾക്ക് ഇതൊന്നും വെളിപ്പെട്ടിട്ടില്ല. ശിശുക്കൾക്കാണ് ആത്മീയ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത്. നാമും ശിശുക്കളെപ്പോലെ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് മുമ്പാകെ ഇരിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ആ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് വായിക്കുന്നത് പോലെ കേട്ട വചനം നമുക്ക് ഉപകാരമായിട്ട് വരുന്നത്. ഇസ്രായേൽ കേട്ടു, നിങ്ങൾക്കൊരു നല്ല ദേശം ഞാൻ തരുന്നു, ദൈവമാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ അവിശ്വാസവും അനുസരണക്കേട് നിമിത്തം അവർക്കത് ലഭിച്ചില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, അവരെപ്പോലെ നാമും സദ്വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്നു. നിത്യജീവനെക്കുറിച്ചും ആത്മനിറവിനെക്കുറിച്ചും ജയജീവിതത്തെക്കുറിച്ചുമൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് പലർക്കും അത് ഉപകാരമായിട്ട് വരുന്നില്ല. കാരണം കേട്ടവരിൽ വിശ്വാസം വരുന്നില്ല. വചനം കേട്ടവരിൽ വിശ്വാസമുണ്ടാകണം. എന്നെക്കൊണ്ട് കഴിയും, എന്നെക്കൊണ്ട് കർത്താവ് മുഖാന്തരം അത് സാധിക്കും, യേശുക്രിസ്തു മുഖാന്തരം എനിക്കൊരു ജയം ദൈവം നൽകും എന്നുള്ള വിശ്വാസം അവരിൽ വരാത്തത് കൊണ്ട് അവർക്കും ഈ അനുഭവങ്ങൾ അവകാശപ്പെടുത്തുവാൻ കഴിയാതെ പോകും. നമുക്ക് ഈ അവകാശങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹമുണ്ടോ? നമുക്കിത് പ്രാപിക്കുവാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിട്ട് തീരുവാൻ അവിടുന്ന് കൃപ നൽകണം. വചനം ഞങ്ങൾക്ക് ഉപകാരമായിട്ട് മാറണം. ക്രിസ്തുയേശുവിൻ